2025 പഠന വിസ നിയമങ്ങളിൽ ജർമ്മനി ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഉയർന്ന സാമ്പത്തിക ആവശ്യകതകളിലും വേഗത്തിലുമുള്ള അപേക്ഷാ പ്രക്രിയയിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. വിസകളുടെ തരത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ലെങ്കിലും സർക്കാർ അംഗീകാര പ്രക്രിയ വേഗത്തിലും കാര്യക്ഷമമായും നടത്തുന്നുണ്ട്. പഠന സമയത്ത് തങ്ങളുടെ ചെലവുകൾ വഹിക്കാൻ കൂടുതൽ പണം ലഭ്യമാണെന്ന് വിദ്യാർത്ഥികൾ ഇപ്പോൾ തെളിയിക്കേണ്ടതുണ്ട്. പ്രക്രിയ എളുപ്പമാക്കുന്നതിനും വിദ്യാർത്ഥികൾ നേരിടുന്ന സാമ്പത്തിക വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനും പുതുക്കിയ നിയമങ്ങൾ ലക്ഷ്യമിടുന്നുണ്ട്. സുഗമമായ അപേക്ഷാ അനുഭവം ഉറപ്പാക്കുന്നതിന് വിദ്യാർത്ഥികൾ ഈ മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാർത്ഥികളുടെ സന്ദർശനത്തിന്റെ ഉദ്ദേശത്തെ അടിസ്ഥാനമാക്കി ജർമ്മനി വ്യത്യസ്ത തരം പഠന വിസകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതിലൊന്ന് ജർമ്മൻ സ്റ്റുഡന്റ് വിസയാണ്. ജർമ്മനിയിലെ ഒരു സർവകലാശാലയിൽ മുഴുവൻ സമയ ബിരുദ പ്രോഗ്രാമിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഇത്. മറ്റൊന്ന് സ്റ്റുഡന്റ് അപേക്ഷാ വിസയാണ്. ഒരു ഡിഗ്രി പ്രോഗ്രാമിലേക്ക് പ്രവേശനം നേടുന്നതിന് മുമ്പ് യൂണിവേഴ്സിറ്റി പ്രവേശന പരീക്ഷകളോ മറ്റ് പ്രവേശന ആവശ്യകതകളോ പൂർത്തിയാക്കേണ്ട വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഈ വിസ. മൂന്നാമത്തേത് ഭാഷാ കോഴ്സ് വിസയാണ്, അതായത് ലാംഗ്വേജ് കോഴ്സ് വിസ. ബിരുദ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മുമ്പ് ജർമ്മൻ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനായി ഒരു ഭാഷാ കോഴ്സ് എടുക്കാൻ പദ്ധതിയിടുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഈ വിസ. 2025 ജർമ്മൻ പഠന വിസയ്ക്കുള്ള സാമ്പത്തിക ആവശ്യകതകളിൽ മാറ്റം വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ജർമ്മനിയിൽ എത്തുന്നതിന് മുമ്പ് ഒരു ബ്ലോക്ക് ചെയ്ത അക്കൗണ്ടിലേക്ക് വർഷം മുഴുവൻ കുറഞ്ഞത് 11,208 യൂറോ, അതായത് മാസം ഏകദേശം 934 യൂറോ നിക്ഷേപിക്കേണ്ടതായിട്ടുണ്ട്. ഈ പണം അക്കൗണ്ടിൽ തന്നെ ഉണ്ടാകണം. അവർ ജർമ്മനിയിൽ എത്തുന്നവരെ ഉപയോഗിക്കാൻ കഴിയില്ല. ബ്ലോക്ക് ചെയ്ത അക്കൗണ്ടിന് പുറമെ സ്പോൺസർഷിപ്പ് ലെറ്റർ, സ്കോളർഷിപ്പ് അല്ലെങ്കിൽ സാമ്പത്തിക ഗ്യാരണ്ടി പോലുള്ള സാമ്പത്തിക പിന്തുണയുള്ള മറ്റ് തെളിവുകൾ വിദ്യാർത്ഥികൾ കാണിക്കേണ്ടതായിട്ടുണ്ട്. ജർമ്മനി സ്റ്റഡി വിസയ്ക്ക് അപേക്ഷിക്കുന്നതിന് വിദ്യാർത്ഥികൾ നിരവധി ആവശ്യകതകൾ പാലിക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ആക്സെപ്റ്റൻസ് ലെറ്ററാണ്. നിങ്ങളെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന ഒരു അംഗീകൃത ജർമ്മൻ സർവകലാശാലയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് പ്രോഗ്രാമുകളിൽ നിന്നോ കിട്ടിയിട്ടുള്ള ഒരു ഔദ്യോഗിക കത്ത് കാണിക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന് സാമ്പത്തിക സ്രോതസ്സുകളുടെ തെളിവാണ്. നിങ്ങളുടെ താമസത്തിനിടയിൽ സ്വയം പിന്തുണയ്ക്കാൻ നിങ്ങൾക്ക് മതിയായ പണമുണ്ടെന്ന് നിങ്ങൾ കാണിക്കണം. നിങ്ങൾ ജർമ്മനിയിലായിരുന്ന മുഴുവൻ സമയത്തും സാധുവായ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ആവശ്യമാണ്. നിങ്ങൾ ജർമ്മനിയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടെന്ന് വിശദീകരിക്കുന്ന ഒരു കത്തും ആവശ്യമാണ്. നിങ്ങൾക്ക് ആവശ്യമായ ഭാഷാ വൈദഗ്ധ്യം ഉണ്ടെന്നതിന് തെളിവ് കാണിക്കണം. നിങ്ങളുടെ അക്കാദമിക രേഖകൾ സമർപ്പിക്കണം. നിങ്ങൾക്ക് ക്രിമിനൽ റെക്കോർഡ് ഇല്ലെന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റോ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ ആവശ്യമായി വന്നേക്കാം. ആദ്യം നിങ്ങളെ ഒരു ജർമ്മൻ സർവകലാശാലയിൽ പ്രവേശിപ്പിക്കണം, അതായത് ജർമ്മൻ സർവകലാശാലയിൽ അഡ്മിഷൻ എടുക്കണം. തുടർന്ന് ജർമ്മനിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് മതിയായ പണമുണ്ടെന്ന് കാണിക്കാൻ അംഗീകൃത ബാങ്കിൽ ഒരു ബ്ലോക്ക് ചെയ്ത അക്കൗണ്ട് തുറക്കണം. നിങ്ങളുടെ താമസത്തിന് ആരോഗ്യ ഇൻഷുറൻസ് ക്രമീകരിക്കുക. നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ രേഖകളും തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാൻ വിസ നാവിഗേറ്റർ ഉപകരണം ഉപയോഗിക്കുക. നിങ്ങളുടെ അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം നിങ്ങളൊരു വിസ അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടി വന്നേക്കാം. വിസ പ്രോസസ്സിംഗ് സമയം സാധാരണയായി 6 മുതൽ 12 ആഴ്ച വരെ എടുക്കും. ഈ സമയം മുൻകൂട്ടി വേണം വിസ അപേക്ഷിക്കാൻ. ജർമ്മനിയിൽ ജീവിക്കാൻ വിദ്യാർത്ഥികൾ കാണിക്കേണ്ട പണത്തിന്റെ തോത് വർദ്ധിപ്പിച്ചു എന്നതാണ് 2025 ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. അപേക്ഷ പ്രക്രിയ കൂടുതൽ ഡിജിറ്റലായിരിക്കും. അതുകൊണ്ട് തന്നെ കാര്യക്ഷമമായി തന്നെ വിസ പ്രോസസ്സിംഗ് നടക്കും. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സ്കോളർഷിപ്പ് അവസരങ്ങൾ ലഭ്യമാകും. വിസ പരിശോധനകൾ കൂടുതൽ കഠിനമാവുകയും ചെയ്യും.